ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിമർശനം കേട്ട വ്യക്തിയാണ്. ഇഷ്ടംപോലെ കേട്ടുണ്ട്. എങ്ങനെ ജീവിച്ചാലും ജനത്തിന് സ്തോത്രം തൃപ്തിയാകത്തില്ല. നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചോദിക്കും, എന്തിനാ അവൻ ഇടത് കൈയിൽ മൈക്ക് പിടിച്ചത്, അവൻ എന്തുകൊണ്ട് വലത് കൈയിൽ മൈക്ക് പിടിച്ചില്ല? ഞാൻ വലത് കൈയിലല്ലേ മൈക്ക് പിടിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നതേ ചിലർക്ക് ഇഷ്ടമല്ല. സ്തോത്രം. നിങ്ങൾ ജീവിക്കുന്ന കാലമൊക്കെയും അവർ ക്രിട്ടിസൈസ് ചെയ്യും. നിങ്ങൾ മരിച്ചു കിടന്നാൽ പറയും, അവന്റെ വായടഞ്ഞിരിക്കുന്നു, പക്ഷെ മൂക്ക് തുറന്നിരിക്കുന്നല്ലോ. മരിച്ചു കിടക്കുമ്പോ നിങ്ങളുടെ വായടഞ്ഞിരിക്കുന്നു, നിന്റെ മൂക്ക് തുറന്നിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ചത്താലും മനുഷ്യൻ സ്തോത്രം തൃപ്തിപ്പെടത്തില്ല. ഒരു കാരണവശാലും അവനെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അവനെ തകർത്ത് കളയും, അവനെ വീട്ടിലിരുത്തും. ഇന്നും ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ആരൊക്കെയോ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്രിറ്റിസിസം നിങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. ക്രിറ്റിസിസമാണ് പലപ്പോഴും നമ്മളെ മൂർച്ച കൂട്ടുന്നത്. ക്രിറ്റിസിസമാണ് പലപ്പോഴും നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. ക്രിറ്റിസിസം പലപ്പോഴും നമുക്ക് ഒരു ഊർജം പകരുന്ന ഒരു ഇന്ധനമാണ്. ആരോ പിന്നിൽ നിന്ന് കുത്തുന്നത് കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് ഓടുന്നത്. ആ കുത്ത് കിട്ടാതിരുന്നെങ്കിൽ നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്തേനെ. പഴയ പാട്ട് പാടിയാൽ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു പുതിയ പാട്ട് പഠിച്ച് പാടുമ്പോൾ ചില പറയും, രാവിലെ നമ്മളൊന്ന് ആരാധിക്കാൻ വന്നപ്പോൾ ആർക്കും അഴിയാൻ വയ്യാത്ത ഒരു പാട്ടും കൊണ്ട് വന്നേക്കുക. എവിടെ നിന്ന് തപ്പിയെടുത്ത പാട്ടാ. 1980-കളിൽ ഞങ്ങൾ ഒരു പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ എന്തോ ആയിരുന്നു. ചിലർക്ക് ഈ സൗണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല, ചുമ്മാ അത് പറയുന്ന. അവർ കുറച്ചാൽ കൂട്ടാൻ പറയും, കൂട്ടിയാൽ കുറയ്ക്കാൻ പറയും. മാറിയിരുന്നാൽ പോരെ. സൗണ്ട് കൂടിയാൽ കുറ്റം, സൗണ്ട് കുറഞ്ഞാൽ. ഞാനിങ്ങനെ പതുക്കെയൊക്കെ പ്രസംഗിക്കുമ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നല്ല പ്രസംഗമൊക്കെ ആണെങ്കിലും ഒരു ഇതില്ല. ഏതാടാ ഇത്? എന്താടാ? ഏതാ മോളെ? ഏതാ ഒരു എന്തുവാ ഒരിതില്ല. ഇനി ഞാൻ അത് ശക്തിയോടെ പറഞ്ഞാൽ, നിങ്ങളുടെ പാസ്റ്റൊക്കെ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി സ്പീഡിലും ശക്തിയിലൊക്കെ പറഞ്ഞാൽ പറയും, കൊള്ളാം, നല്ല പ്രസംഗം ആണെന്നാലും ഒരു ബഹളമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റം. എൻ്റെ പൊന്നറിയോ, ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ചിരിക്കാൻ പാടിയ. ചിരിച്ചപ്പോൾ ഞാൻ ഒരു കമൻറ്റ് കേട്ടു, അവൻ ആ സ്ത്രീകളെ കാണുമ്പോഴത്തേനും അവനങ്ങ് ചിരിക്കുക. അപ്പം ഞാൻ വളരെ ഡീസൻ്റായി. പ്രൈസ്തല്ലോ. അപ്പം പറയാം, അവനിപ്പം പവർവിഷനിലൊക്കെ പോയപ്പോൾ അവൻ്റെ ചിന്ത അവൻ വലിയ ഗമയാണ്. ചിരിക്കാനൊക്കെ ഇല്ലടോ, അതും പൊട്ടടാ. ഞാൻ കരഞ്ഞപ്പം കേട്ടു, ഒരാളോട് ചോദിച്ചു കയറുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അവൻ്റെ മോങ്ങ് കഴിയട്ടെ. സത്യം. ഒരാൾ പറയുകയാണ്, അവൻ്റെ മോങ്ങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, കയറുന്നുള്ളൂ. അപ്പം കരഞ്ഞാൽ കുറ്റം, ചിരിച്ചാൽ കുറ്റം. ഫുഡ് കൊടുത്താൽ കേൾക്കും, അടിച്ചങ്ങ് ലാവിഷ. കഞ്ഞിയും പയറും ആക്കിയപ്പം കേട്ടു, ഇപ്പോൾ അറുത്ത കൈക്ക് എന്ത് ചെയ്യത്തില്ല. ഇപ്പോഴത്തെ എന്തോ ചെയ്യും പ്രിയരെ.